BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 2024 വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റിലെ മോട്ടോർ സ്പോർട്ടിന്റെ പ്രമുഖ വേദിയായ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഈ വർഷത്തെ WEC സീസണിന്റെ 8ാമത്തെയും അവസാനത്തെയും റൗണ്ട് നവംബർ 1, 2 തീയതികളിലാണ് നടക്കുന്നത്. മുതിർന്നവർക്ക് 5.5 ദിനാർ, കുട്ടികൾക്ക് 2.750 ദിനാർ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. bahraingp.com-ൽ നിന്ന് ഓൺലൈനായി ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ്. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്നുവരുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഘോഷയാത്രാ മത്സരം 13-ാം തീയതി വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 5:30 DJ ഹാളിൽ തുടങ്ങുന്ന മത്സരത്തിൽ ബഹ്റൈനിലെ വിവിധ സംഘടനകൾ, സമാജം, ഉപവിഭാഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. സമാജത്തിന് പുറത്തുള്ള സംഘടനകൾ, സമാജം, ഉപവിഭാഗങ്ങൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. നിശ്ചല ദൃശ്യ ഫ്ലോട്ടുകൾ, പ്രച്ഛന്ന വേഷങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, വാദ്യമേളങ്ങൾ, ഡിസ്പ്ലേകൾ തുടങ്ങിയവ ഘോഷയാത്രാ മത്സരത്തിലുണ്ടാകും. ഘോഷയാത്രാ മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സമാജത്തിൽ നടക്കുന്നത്. ദേവൻ പാലോട് കൺവീനറായും വീറ്റോ പാലാമറ്റത്ത്, അനീഷ് ശ്രീധരൻ, അനിത തുളസി എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായുള്ള വിപുലമായ കമ്മിറ്റിയാണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഓരോ വിഭാഗങ്ങളിലെയും മികച്ച ഘോഷയാത്ര, മികച്ച ഫ്ലോട്ട് എന്നീ ഇനങ്ങളിൽ നിന്നും 2-3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസുകൾ, മികച്ച ഘോഷയാത്രാ തീം, മികച്ച മാവേലി, മികച്ച വേഷം, മികച്ച പെർഫോമർ എന്നിവയ്ക്ക് ട്രോഫികളും സമ്മാനിക്കും. കാണികളുടെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ എല്ലാവരും നേരത്തെ തന്നെ സമാജം DJ ഹാളിൽ പ്രവേശിക്കണമെന്നും സംഘാടകർ അറിയിച്ചു. ഒക്ടോബർ 18-ന് സല്ലാക്കിലെ ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ടിൽ നടത്തുന്ന ഗുദൈബിയ കൂട്ടം ഓണാഘോഷത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ രക്ഷാധികാരികളായ KT സലീം, സയ്യിദ് ഹനീഫ്, റോജി ജോൺ, ഗ്രൂപ്പ് അഡ്മിൻ സുബീഷ് നെട്ടൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റിയാസ് വടകര, ജെയിംസ് ജാസ്, ജിഷാർ കടവല്ലൂർ, S മുജീബ് റഹ്മാൻ, രേഷ്മ മോഹൻ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ ബിജു വർഗീസ്, ജിൻസി മോൾ, സോണി, സിമി, ഷാനിഫ എന്നിവർ പങ്കെടുത്തു. അംഗങ്ങൾക്കായി ഓണക്കളികളും തിരുവാതിരയും ഒപ്പനയും ഓണപ്പാട്ടുകളും വടംവലിയും ഗുദേബിയ കൂട്ടം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും കൂടാതെ വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടൊപ്പം ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കും ഗുദേബിയ കൂട്ടം സദ്യ ഒരുക്കുന്നുണ്ട്. ബഹ്റൈനിൽ സന്ദർശനത്തിനെത്തിയ കൊല്ലം ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രനും കരുനാഗപ്പള്ളി നിയമസഭാ അംഗം CR മഹേഷും കൊല്ലം പ്രവാസി അസോസിയേഷൻ ആസ്ഥാനം സന്ദർശിച്ചു. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരുവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രവാസികളുടെ ക്ഷേമത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും അസോസിയേഷനും ആശംസകൾ നേരുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രനും CR മഹേഷും പറഞ്ഞു. KPA മുൻ പ്രസിഡന്റ് നിസാർ കൊല്ലം KPA സുവനീർ വിളക്കുമരം അതിഥികൾക്ക് കൈമാറി. ഗഫൂർ കയ്പമംഗലം, റഹീം വാവക്കുഞ്ഞ് എന്നിവർ ആശംസകൾ അറിയിച്ചു. യോഗത്തിന് ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുതൻ സ്വാഗതവും ട്രഷറർ മനോജ് ജമാൽ നന്ദിയും അറിയിച്ചു. സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ കോയിവിള മുഹമ്മദ്, അനിൽകുമാർ, രജീഷ് പട്ടാഴി, കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി സിനി ടോക്ക് മത്സരം നടന്നു. സിനിമ അധിഷ്ഠിത അഭിനയ ആവിഷ്കാരത്തിലൂന്നിയുള്ള പരിപാടിയിൽ 11ഓളം ടീമുകൾ പങ്കെടുത്തു. സെപ്റ്റംബർ 10-ാം തീയതി ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ കുട്ടികളുടെ പ്രകടനങ്ങൾ പ്രത്യേക പ്രശംസ നേടി. മത്സരത്തിൽ അവർ കിഡ്സ്, സിനി ഗ്രേപ്സ്, സാദിഖ് ആൻഡ് ഫ്രണ്ട്സ് എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. കുമാരി ഇഷാൽ മെഹർ ഹാഷിം ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടി. പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഫലപ്രഖ്യാപനം നടത്തി. പരിപാടിയുടെ കൺവീനർ അരുൺ R പിള്ള നന്ദി പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് സമാജം DJ ഹാളിൽ വെച്ച് നടന്ന തിരുവാതിരക്കളി മത്സരത്തിൽ 6 ടീമുകൾ മാറ്റുരച്ചു. വശിയേറിയ മത്സരത്തിൽ SNCS, BKS സാഹിത്യ വിഭാഗം, BKS വനിതാവേദി എന്നീ ടീമുകൾ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഫലപ്രഖ്യാപനം നടത്തി. പരിപാടിയുടെ കൺവീനർ രജിത അനി നന്ദി പറഞ്ഞു. അന്തരിച്ച CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം എയിംസിന് കൈമാറും. സെപ്റ്റംബർ 14-ന് ശനിയാഴ്ച ദില്ലി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാകും ഭൗതിക ശരീരം എയിംസിന് കൈമാറുക. മൃതദേഹം ഇന്നലെ എയിംസിൽ സൂക്ഷിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് വസന്ത് കുഞ്ചിന്റെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം മറ്റന്നാൾ AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ന്യൂമോണിയ ബാധയെ തുടർന്ന് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു. 2015 ഏപ്രിൽ മാസത്തിൽ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിയോഗിതനായ യെച്ചൂരി ഏറ്റവും ഒടുവിൽ 2022
ഏപ്രിലിൽ കണ്ണൂരിൽ വെച്ച് നടന്ന CPIMന്റെ 23-ാം പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CPIMന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളന കാലയളവിലാണ് സീതാറാം യെച്ചൂരി വിട വാങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നിവയിൽ വലിയ അവഗാഹമുള്ള നേതാവായാണ് സീതാറാം യെച്ചൂരി പരിഗണിക്കപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാനതകളില്ലാത്ത ധീര നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ ദുഃഖത്തോടെയും ഹൃദയവേദനയോടെയുമാണ് സീതാറാമിന്റെ നിര്യാണ വാർത്ത കേൾക്കുന്നത്. സീതാറാമിന്റെ അഭാവം രാജ്യത്തിന് പൊതുവിൽ തന്നെ നികത്താനാകാത്ത നഷ്ടമാണെന്നും സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ തുടങ്ങി നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. മോട്ടോർ വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾ പാലിച്ച് കൂളിംഗ് ഫിലിം അനുവദനീയമാണെന്ന് കേരള ഹൈക്കോടതി. കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ അധികൃതർക്ക് അവകാശമില്ലെന്നും ജസ്റ്റിസ് N നഗരേഷ് വ്യക്തമാക്കി. സൺ കൺട്രോൾ ഫിലിം വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം, കൂളിംഗ് ഫിലിം നിർമ്മാണ കമ്പനി, കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ചുമത്തിയ വാഹന ഉടമ തുടങ്ങിയവർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതായും കേരളത്തിൽ അടുത്ത ഒരാഴ്ചത്തേക്ക് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കടൽ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കടലാക്രമണമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് കുറയ്ക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വയനാട്ടിലെ ശ്രുതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നൽകുമെന്ന് VD സതീശൻ. ശ്രുതിക്ക് ജോലി നൽകുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഒറ്റയ്ക്കാവില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വാർത്താ സമ്മേളനത്തിലാണ് സതീശൻ ഇക്കാര്യം അറിയിച്ചത്. മുണ്ടക്കൈ ദുരന്തത്തിൽ മാതാപിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ നഷ്ടമായ ചൂരൽമല സ്വദേശിയായ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൺ ഓംനി വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അമ്പലവയൽ അണ്ടൂർ സ്വദേശിയാണ് ജെൻസൺ. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ശ്രുതിക്ക് നഷ്ടപ്പെട്ടപ്പോൾ താങ്ങായി കൂടെ ഉണ്ടായിരുന്നത് ജെൻസൺ മാത്രമായിരുന്നു. ദീർഘനാളായി പ്രണയത്തിലായിരുന്ന ജെൻസണുമായി ശ്രുതിയുടെ വിവാഹം നിശ്ചയിച്ച് 1 മാസത്തിന് ശേഷമാണ് തന്റെ പ്രിയപ്പെട്ടവരെ കവർന്നെടുത്ത് ഉരുൾ ഒലിച്ചിറങ്ങിയത്. ഈ മാസമായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. 1.5 വർഷത്തിന് ശേഷം KSRTC ജീവനക്കാർക്ക് 1 മാസത്തെ ശമ്പളം ഒറ്റത്തവണയായി വിതരണം ചെയ്തു. ഡീസലിന് നൽകാനുള്ള തുക മാറ്റിവെച്ചാണ് ശമ്പള വിതരണത്തിന് വഴിയൊരുക്കിയത്. 1-ാം തീയതി മുതലുള്ള കുടിശ്ശിക ഇന്ധന കമ്പനികൾക്കുണ്ട്. ഓണാവധിക്ക് മുൻപേ വാക്ക് പാലിക്കാനുമുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു മാനേജ്മെന്റ്. സർക്കാർ അനുവദിച്ച 30 കോടി രൂപ മാത്രമാണ് കൈവശമുണ്ടായിരുന്നത്. ശമ്പളത്തിന് 78 കോടി രൂപയാണ് വേണ്ടിയിരുന്നത്. ഇതാണ് എണ്ണ കമ്പനികൾക്കുള്ള തുക പുനഃക്രമീകരിച്ച് ശമ്പളം നൽകിയത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ വിശ്രമ മന്ദിരം ഉദ്ഘാടനം ചെയ്യവേ 11-ന് ശമ്പളം നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വാക്കു നൽകിയിരുന്നു. പെൻഷൻ ബാധ്യത തീർക്കാൻ 74.20 കോടി രൂപ ചൊവ്വാഴ്ച സർക്കാർ അനുവദിച്ചിരുന്നു. അതേസമയം എല്ലാ ജീവനക്കാർക്കും ശമ്പളം സമയബന്ധിതമായി ലഭ്യമാക്കാൻ KSRTCയുടെ മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തുടർന്നുള്ള കാലയളവുകളിലും ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.